ധൂർത്തുപുത്രന്റെ ഉപമയിൽ ആരാലും പ്രതിപാദിക്കപ്പെടാത്ത ഒരു കഥാപാത്രമുണ്ട്. പലപ്പോഴായി ഞാനും നിങ്ങളും അനുകരിച്ചിട്ടുള്ള ഒരു കഥാപാത്രം. ധൂർത്തുപുത്രനെ പന്നിക്കുഴിയിലേക്ക് പറഞ്ഞയച്ച ധനികനായ വ്യക്തി. ഇന്ന് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളില്, സമൂഹങ്ങളില് അറിഞ്ഞോ അറിയാതെയോ തെറ്റിലേക്ക് വീണു പോകുന്ന നമ്മുടെ സഹോദരങ്ങളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ? ഒരുപക്ഷെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷേ അവർ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ നിസ്സംഗതാഭാവം അവരെ വീണ്ടും തിന്മയിലേക്ക് നയിക്കുകയല്ലേ ചെയ്യുന്നത്? നിസ്സംഗത കൈവിടിഞ്ഞ് പരസ്പരം കൈകൾ കോർത്ത് തിരികെ വരാം സ്നേഹനിധിയായ പിതാവിന്റെ സന്നിധിയിലേക്ക്.